ഒന്ന് ചുമ്മാതിരിക്കും പപ്പ, നീ വെറുതെ പൊടിയടിക്കില്ലേ. എടാ പപ്പ, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുമ്പോൾ കുറച്ചൊക്കെ ഉളിപ്പ് വേണം. അത് ശരി, ഇപ്പൊ ഞാനാണ് കുറ്റക്കാരൻ അല്ലേ? സത്യം പറയുമ്പോഴേ പറയുന്നവര് തെറ്റുകാര്. കൊള്ളാം കൊള്ളാം, തൃപ്തിയായി. അതെ, നീ പറയുന്നത് പരദൂഷണം തന്നെയാണ്. ഞാൻ പീതാമ്പൻ ചേട്ടനൊന്ന് കാണട്ടെ. നേരിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട്, സത്യം പറയണമല്ലോ. ഏത്? അത് വേണ്ട വേണ്ട വേണ്ട. അതെന്താണ് പപ്പ? ഇവിടെ പറയുന്നത് ഇവിടെ തന്നെ തീർക്കണം, അതാണ് ശരി. പപ്പം പോ, അല്ലെങ്കിൽ ഞാൻ വല്ലതും പറയും. നല്ലതാണെങ്കിൽ പറഞ്ഞാ മതി, അല്ലെങ്കിൽ പിന്നെ പറയാം. അപ്പൊ ഞാൻ പോട്ടെ. അതാ നല്ലത്, അല്ലെങ്കിൽ എന്റെ വായിലിരിക്കുന്ന വല്ലതും കേൾക്കും. പോ പോ പോ. അപ്പൊ പോട്ടെ, വരാം. ഓമനക്കുട്ടി, എവിടെ പോണ്? ഓമനക്കുട്ടിയെ കണ്ടിട്ട് കൊറേ ആയല്ലോ. ആരാണല്ലോ ഓമനക്കുട്ടി? താനാരോടല്ലോ ഓമനക്കുട്ടി എന്ന് വിളിക്കുക? താനാരാ? ആവശ്യമില്ലാണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും വേണ്ട കേട്ടോ. ഒരു രസം, ഒരു മനസുഖം, അല്ലാതെ എന്താ? അയ്യടാ, അങ്ങനെ ചോദിക്കണ്ട. നിന്റെ ചൊറിച്ചിൽ എന്താണെന്ന് എനിക്കറിയാം. ഓടോ, വഴി വിടുകയും ചെയ്യും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താണ് അതിന് തല്ലി വേണം? ഇനി ഈ ചെരുപ്പ് നിന്റെ മുഖത്തിരിക്കും. എന്താന്നേ, ചെരുപ്പൊക്കെ എടുക്കാവോ? കാലിലിടാനുള്ളതല്ലേ ഓമനക്കുട്ടി? പിന്നെ ഓമനക്കുട്ടി അല്ല ഓമനെ. നീ ഇപ്പൊ പോയിക്കോ, ഞങ്ങൾക്കുള്ളത് പുറകെ വരുന്നുണ്ട് കേട്ടോ. ബാബു, എവിടെയാ ബാബു? താനിവിടെ ഒളിച്ചിരിക്കുവായിരുന്നാടോ? അതെ, പ്രശ്നം നടക്കുന്ന എല്ലായിടത്തും കാണും ഈ മീഡിയ ബാബു. അതാണ് ഈ മീഡിയ ബാബു. നല്ലതിനല്ല ഇതൊന്നും. ഒളിച്ചിരുന്ന് വീഡിയോ പിടിക്കുന്നവനെ ചതിയനാ. ഒളിക്യാമറയോ? ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണില്ലായിരുന്നു, പക്ഷെ അദ്ദേഹം എല്ലാം ഒളിച്ചിരുന്ന് കണ്ടില്ലേ?